അടുത്ത കാലത്ത് കൊച്ചിയിൽ നിന്നും നിരവധി ബംഗ്ലാദേശി പൗരന്മാരെയാണ് പോലീസും വിവിധ ഏജൻസികളും ചേർന്ന് പിടികൂടിയത്. ഇവരിൽ ബഹുഭൂരിഭാഗവും മതിയായ രേഖകളില്ലാതെ ഇന്ത്യയിൽ വരികയും വ്യാജ രേഖകളുടെ സഹായത്തോടെ ഇന്ത്യയിൽ ദീർഘനാളായി കഴിഞ്ഞു വരികയുമായിരുന്നു. നിയമപ്രകാരമുള്ള രേഖകളുമായി ഇന്ത്യയിൽ വന്നിട്ട് കാലാവധി കഴിഞ്ഞും അനധികൃതമായി ഇന്ത്യയിൽ തങ്ങിയ കുറച്ചുപേരും ഇക്കൂട്ടത്തിലുണ്ട്. ബംഗ്ലാദേശിലെ ചില ഏജന്റുമാർ അവിടെ വച്ച് തന്നെ വൻതുക കൈപ്പറ്റിയാണ് ഇവർക്ക് വ്യാജ ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിച്ചു നൽകിയത്. സംസ്ഥാനത്ത് ആദ്യമായാണ് ഇത്രയും അധികം അനധികൃത കുടിയേറ്റക്കാരെ ഒരു പ്രദേശത്തു നിന്നും ഒറ്റത്തവണത്തെ നടപടിയിലൂടെ ഇത്തരത്തിൽ പിടികൂടുന്നത്. കഴിഞ്ഞ ദിവസം നടത്തിയ ഓപ്പറേഷനിൽ 27 ബംഗ്ലാദേശികളാണ് പിടിയിലായത്. എറണാകുളം റൂറൽ പോലീസും തീവ്രവാദ വിരുദ്ധ സേനയായ ATS-ഉം സംയുക്തമായി നടത്തിയ ഓപ്പറേഷനിലാണ് നിരവധി അനധികൃത ബംഗ്ലാദേശി പൗരന്മാരെ പിടികൂടിയത്. ഓപ്പറേഷൻ ക്ലീൻ എന്നാണ് നടപടിക്ക് എറണാകുളം ജില്ലാ പോലീസ് മേധാവി ഡോക്ടർ വൈഭവ് സക്സേന നൽകിയ പേര് പോലെ തന്നെ രാജ്യത്തെ അനധികൃത താമസക്കാരെ പിടികൂടി നാടുകടത്തി ഒരു ശുദ്ധികലശം നടത്തിയിരിക്കുകയാണ് എറണാകുളം റൂറൽ പോലീസും ATS-ഉം. വടക്കൻ പറവൂരിലെ മന്നം പ്രദേശത്തു നിന്നാണ് അനധികൃതമായി ഇന്ത്യയിൽ എത്തിയവരെ പിടികൂടിയത്. ഇവിടെ 50ഓളം പേർ അസമിൽ നിന്നും പശ്ചിമ ബംഗാളിൽ നിന്നും എത്തിയവരാണ് എന്ന് പറഞ്ഞാണ് താമസിച്ചിരുന്നത്. സംയുക്ത സേന നടത്തിയ പരിശോധനയിലാണ് ഇവരുടെ ഇടയിൽ നിന്നും 27 പേരെ പിടികൂടിയത്. ഇവർ ഉൾപ്പെടെ കഴിഞ്ഞ മാസം മാത്രം 35 പേരെയാണ് പോലീസ് ഇത്തരത്തിൽ പിടികൂടിയത്. 70 അംഗ സംയുക്ത സേനയാണ് റെയ്ഡ് നടത്തിയത്. പശ്ചിമ ബംഗാൾ അതിർത്തി വഴി ഇന്ത്യയിൽ നുഴഞ്ഞു കയറിയ ഇവർക്ക് അവിടുത്തെ ഏജന്റുമാർ വഴി വ്യാജ ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകൾ നിർമ്മിച്ചു നൽകുകയായിരുന്നു. രാജ്യസുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയായിരിക്കുകയാണ് അനധികൃത കുടിയേറ്റക്കാർ. ഇവരിൽ എല്ലാവരും പ്രശ്നക്കാരല്ലെങ്കിലും ഇവരിൽ ചിലർക്കെങ്കിലും തീവ്രവാദ സംഘടനകളുമായി ബന്ധമുള്ളതായി സംശയിക്കണം. ചിലർക്ക് ക്രിമിനൽ പശ്ചാത്തലവുമുണ്ട്. എറണാകുളത്താണ് ഏറ്റവും അധികം അതിഥി തൊഴിലാളികൾ താമസിക്കുന്നത്. പലർക്കും ഏജന്റുമാർ വഴിയാണ് ജോലി തരപ്പെടുത്തിയിരിക്കുന്നത്. പിടികൂടിയവരിൽ നിന്നും വ്യാജ ആധാർ കാർഡുകളും മറ്റ് ഇന്ത്യൻ തിരിച്ചറിയൽ രേഖകളും പിടികൂടിയിട്ടുണ്ട്. ഇവരിൽ പലരും 3 മാസം മുതൽ 1 വർഷം മുൻപ് വരെ കേരളത്തിൽ എത്തിയവരാണ്. പലരും ദിവസവേതന തൊഴിലാളികളായി ജോലി നോക്കുന്നവരാണ്. ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ ആശങ്ക പരത്തുന്നതിനിടയിലാണ് ഈ സംഭവം. ഷെയ്ഖ് ഹസീനയുടെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശി സർക്കാരിനെ പ്രക്ഷോഭകാരികൾ പുറത്താക്കിയതിനു ശേഷം ബംഗ്ലാദേശിൽ അരക്ഷിതാവസ്ഥയാണ്. പുറത്താക്കപ്പെട്ട ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ഇന്ത്യയിലാണ് അഭയം തേടിയത്. പാകിസ്ഥാൻ അനുകൂല സർക്കാരും പാക് അനുകൂല സംഘടനകളുമാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ ഭരണം നിയന്ത്രിക്കുന്നത് എന്നതിനാൽ ഇന്ത്യൻ സർക്കാർ വളരെ ജാഗ്രതയോടെയാണ് അതിർത്തിയിലെ സംഭവ വികാസങ്ങൾ നിരീക്ഷിച്ചു വരുന്നത്. മതന്യൂനപക്ഷങ്ങൾക്കെതിരെ ഭീകര ക്രൂരകൃത്യങ്ങളാണ് അവിടെ അരങ്ങേറുന്നത്. നിരവധി അഭയാർത്ഥികളും ഇന്ത്യയിൽ ഇതിനിടെ എത്തിയിരുന്നു. എന്നാൽ അനധികൃതമായി ഇന്ത്യയിൽ പ്രവേശിക്കുന്നവർ ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷയ്ക്ക് ഭീഷണിയാണ്. കേരളത്തിൽ കടന്നുകൂടിയ കൂടുതൽ അനധികൃത ബംഗ്ലാദേശ് പൗരന്മാരെ കണ്ടെത്താൻ ATS നിരീക്ഷണം ശക്തമാക്കിയിരിക്കുകയാണ്.